അങ്ങനെ കേരളം ആകാംക്ഷയോടെ കാത്തുനിന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ BJP പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് പാലക്കാട് നിന്ന് വരുന്ന വാർത്തകൾ എന്നുള്ളത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള വളരെ വലിയൊരു പ്രതീതിയുണ്ട്. ഞങ്ങൾ കേരളം ഭരിക്കാൻ പോകുന്നു, ഞങ്ങൾ കേരളം കീഴടക്കാൻ പോകുന്നു, ഞങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു, ഇവിടെ മതേതര പക്ഷങ്ങളെയൊക്കെ ഞങ്ങൾ ഇല്ലാണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണങ്ങൾ BJP നടത്തിയിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രനാണ് ഇതിന് നേതൃത്വം നൽകിയതെങ്കിലും ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ പാലക്കാട് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചിരുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ ജയിക്കാൻ പോകുന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ഗ്രൗണ്ട് വർക്കുകൾ അങ്ങനെയായിരുന്നു. RSS കാര്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അത്തരം പ്രചരണങ്ങൾ നടത്തിയുള്ള വോട്ട് പ്രക്രിയ അല്ലെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ ഓരോ ബൂത്തുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറി ചെന്ന് ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നായിരുന്നു BJPയുടെ അവകാശവാദം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പാലക്കാട് നിന്നുള്ള വാർത്തകൾ വരുന്നുള്ളത്. അഥവാ BJP ഒരിക്കൽ കൂടി കേരളത്തിന്റെ മുമ്പിൽ നാണം കെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുന്നേറ്റമുണ്ട്. അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ V മുരളീധരനെ പോലെയുള്ള ആളുകൾ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഇതൊക്കെയായിരുന്നു BJPയുടെ കരുത്ത് എന്നുള്ളത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കഴിഞ്ഞ തവണ 3500 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട, എന്നാൽ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തദ്ദേശ സ്വയംഭരണത്തിൽ കേരളത്തിൽ BJP ആകെ വിജയിച്ച, ആകെ ഭരിക്കുന്ന അവരുടെ ഏറ്റവും ശക്തി ദുർഗമായ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ഈ ഒരു മത്സരത്തിൽ, പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി എന്നുള്ളത്. BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ്. ഈ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരിക്കൽ കൂടി പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്നുള്ളത്. ഇത് BJPയിൽ വലിയ ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് കാരണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുരേന്ദ്രൻ വിരുദ്ധ പക്ഷം ഇതൊരു ആയുധമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്തിന് കാര്യമായ അവഗണന ഈ ഒരു BJPയിൽ കിട്ടുന്നു എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിവിട്ടിട്ടുള്ളതാണ്. സന്ദീപ് വാര്യരുടെയൊക്കെ പുറത്തുപോക്കൽ അതിന്റെ ഭാഗമാണ്. സന്ദീപ് വാര്യറൊക്കെ ഇനി ഹീറോ പരിവേഷം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതായാലും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. ആ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000-നടുത്ത് ഭൂരിപക്ഷം നേടുമെന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഈ സംഘപരിവാർ മേഖലയിൽ നിന്നുള്ള ഓൺലൈൻ തള്ളൽ വിദഗ്ധന്മാർക്കും അല്ലെങ്കിൽ മറ്റുള്ള ഈ ഒരു BJP രാഷ്ട്രീയത്തെ പിന്തുണച്ചുകൊണ്ട് എല്ലാ രീതിയിലും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിന് വേണ്ട വെള്ളവും വളവും നൽകുന്ന ഓൺലൈൻ മുഫ്തിമാർക്കും എല്ലാവർക്കും കൂടി ഉള്ള തിരിച്ചടിയാണ് ഇപ്പോൾ പാലക്കാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടൻ ജനത BJPയെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. BJPക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അക്കമിട്ട് നിരത്തുകയാണ് പാലക്കാടനിലെ വോട്ടർമാർ എന്നുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ BJP മുന്നോട്ട് വരണമെങ്കിൽ ഇനിയും ഒരുപാട് കാലം കഴിയും എന്നതാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനകൾ എന്നുള്ളത്. കേരളത്തിന്റെ മണ്ണ് എന്നുള്ളത് BJP വിരുദ്ധ മതേതരപക്ഷ വോട്ടർമാരുടേതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലടക്കം അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മതേതര വോട്ടർമാർ കൂട്ടത്തോടുകൂടി ആർക്കാണോ BJPക്കെതിരെ ജയസാധ്യതയുള്ളത് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്ന ഒരു പ്രവണത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് UDF ആയാലും LDF ആയാലും അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് കൂടിയാണ് BJPയുടെ ഈ പാലക്കാടൻ പ്രതീക്ഷകൾ അസ്തമിക്കുന്നുള്ളത്.